അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാന്ന്, പോരണ്ടാ പോരണ്ടാന്ന്. അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാന്ന്, പോരണ്ടാ പോരണ്ടാന്ന്. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും താരൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. റോക്കി ബായി പുറത്തായി. പലരും പല സ്റ്റേറ്റ്മെൻറ്റും പറയുന്ന കേട്ടു. റോക്കി ബായിയെ സംബന്ധിച്ച് കുറച്ച് തലക്കനമുണ്ടായിരുന്നു. പുള്ളിക്കാരനെ എന്തോ ആണ് എന്നൊക്കെ ഒരു ഭാവമാണ്. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ സിജോ, പലരും പറയുന്നു സിജോ അടി ഇരന്ന് വാങ്ങിച്ചു എന്ന്. അങ്ങനെയൊന്നുമല്ല. ബിഗ് ബോസിൽ പ്രൊവോക്ക് ചെയ്യും. അത് എല്ലാവർക്കും പ്രൊവോക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കയ്യാങ്കളി പാടില്ല. വാക്കുകൊണ്ടുള്ള കാര്യങ്ങൾ, വാക്കുകൊണ്ടുള്ള പറച്ചിൽ എത്രയും പ്രൊവോക്ക് ചെയ്യാൻ ബിഗ് ബോസ് അനുവദിച്ചു കൊടുക്കുന്നതാണ്. പക്ഷെ കയ്യാങ്കളി പറ്റത്തില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബിഗ് ബോസിൽ എല്ലാവരും ഇങ്ങനെ അടി കൂടുമ്പോൾ ആണുങ്ങൾ, സ്ത്രീകളല്ല, ആണുങ്ങൾ ബാക്കിൽ ഇങ്ങനെ ബാക്കിൽ കൈ കെട്ടിയിട്ടാണ് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കും. എന്ന് വെച്ചാൽ എത്ര വേണേലും അവർ നിന്ന് കേൾക്കും. പക്ഷെ ഇത് വിട്ടുകൊടുക്കത്തില്ല. ഇങ്ങനെ കൈ ഇങ്ങനെ ബലമായിട്ട് വിട്ടുകൊടുക്കാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. അത് എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പക്ഷെ എന്നിട്ടും കൺട്രോൾ വിട്ടുപോയി റോക്കിക്ക്. അതാണ് മൈൻഡ് ഗെയിം ആണല്ലോ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു കൺട്രോൾ ചെയ്യാനുള്ള പവർ ഇല്ല എന്നാണ് അവിടെ കാണിക്കുന്നത്. അവിടെ ഫെയിലായിപ്പോയി. ബിഗ് ബോസിന്റെ ഒരു തന്ത്രം അങ്ങനെ തന്നെ. കറക്റ്റ് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. എന്തിനാണ് നമ്മളെ അവിടെ ഇട്ടങ്ങ് ഭയങ്കരമായ മാനസിക പിരിമുറുക്കത്തിലേക്ക് ആക്കുവാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. കറക്റ്റ് ഫുഡ് കൊടുക്കത്തില്ല. അപ്പോഴൊക്കെ ഭയങ്കര ഇറിറ്റേറ്റ് ആവും. പരസ്പരം ഇറിറ്റേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സിജോയുടെ ഡ്യൂട്ടി ചെയ്തു, അതിലൊരു തെറ്റുമില്ല. പക്ഷേ റോക്കി തൻ്റെ ആ ഒരു മെൻ്റൽ എബിലിറ്റിയാണ് കാണിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ, ഓവറായിട്ട് ആരെങ്കിലും പ്രൊവോക്ക് ചെയ്താൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവില്ലെന്നാണ് കാണിച്ചത്. പറഞ്ഞു തീരുന്നതിന് അടിയടാന്നൊക്കെ. അപ്പം ന്യായീകരിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ ദേഹത്ത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ തൊട്ടു, ഇതാണ് പറയുന്നത്. എൻ്റെ ദേഹത്ത് ഫിസിക്കൽ അസാൾട്ട് ആവത്തില്ല അത്. അപ്പം എൻ്റെ പെർമിഷൻ ഇല്ല, എൻ്റെ ദേഹത്ത് തൊട്ടു എന്നാണ് പറയുന്നത്. അപ്പം ബിഗ് ബോസ് ഞാൻ അടിച്ചു പോയി, എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഇങ്ങനെ. ഇനി എത്ര സോറി പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ സിജോ തോറ്റു കൊടുക്കുന്നല്ല, സോറി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം ക്ലിയർ ചെയ്തു. പക്ഷേ പുള്ളിക്കാരന് നല്ല ഒന്നൊന്നര ഇടിയാണ് കിട്ടിയത്. പല്ലിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഭയങ്കര വേദനയാണ്. ഇനി തുടർന്ന് പോകാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റുന്നില്ല. പല്ലാണ്, മനസ്സിലായില്ലേ? ഇനി ഔട്ടാവുമെന്നും അറിയാൻ പറ്റുന്നില്ല. എന്തായാലും തുടരട്ടെ. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ അസുഖവും ഭേദമായി തുടരട്ടെ. പക്ഷേ റോക്കി ബായിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. പക്ഷെ അദ്ദേഹം നല്ലൊരു ഗെയിമറാണ്, നല്ല കണ്ടന്റ് കൊടുക്കുന്ന വ്യക്തിയാണ്. എല്ലാം ബിഗ് ബോസ് ഓക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫിസിക്കൽ അസാൾട്ട് ഒരിക്കലും ബിഗ് ബോസ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, സത്യത്തിൽ ഞാൻ ആദ്യമേ പറയുന്നൊരു കാര്യമുണ്ട്, തുടക്കത്തിലേ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം സ്ക്രിപ്റ്റഡ് ആണ്. പലരും പറയുന്ന അല്ലാന്ന്, പക്ഷെ 100% സ്ക്രിപ്റ്റഡ് ആണ്. അത് എൻ്റെ അടുത്ത് വ്യക്തമായ ആളുകൾ പറഞ്ഞു തന്ന ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്, സ്ക്രിപ്റ്റഡ് ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ ലൈവ് ആണെങ്കിൽ പോലും ഒരുപാട് സീൻസ് എല്ലാം കട്ട് ഷോട്ട്സ് ആണ് കാണിക്കുന്നത്. നമ്മുടെ റോക്കി ബായി ഇപ്പം ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ ഒരവസ്ഥയിലായി. എന്ത് വേണമെന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥ. പക്ഷേ കാര്യങ്ങളുടെ ഒരു പോക്ക് കണ്ടിട്ട് പക്ഷേ ഇത് രതീഷിന് അനുകൂലമാവുമോ എന്ന് ഒരു തോന്നൽ. പക്ഷെ എന്ത് പറഞ്ഞാലും ഞാനൊരു കാര്യം പറയാം. ഇപ്രാവശ്യം ഒരിക്കലും ജാസ്മിൻ അല്ല കപ്പ്. ജാസ്മിൻ ഒരിക്കലും കപ്പ് കിട്ടത്തില്ല, അത് ഉറപ്പായ കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു, ജാസ്മിൻ അൾട്ടർ ഫ്ലോപ്പാണ്. പുള്ളിക്കാരി ഭയങ്കര ഫേക്കാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ബിഗ് ബോസിനെ സംബന്ധിച്ച് കണ്ടന്റ് വേണം. അതുകൊണ്ടാണ് എപ്പോഴും ഈ ജാസ്മിനെയും ഗബ്രിയും ഫോക്കസ് ചെയ്ത് എപ്പോഴും കാണിയത്. അവർക്ക് കണ്ടന്റ് മാത്രമാണ് ഉദ്ദേശം. ഷോ അവസാനം വരെ ഇവരെ കൊണ്ടുപോകും, പക്ഷെ കപ്പ് ഒരിക്കലും അടിക്കത്തില്ല, അത് ഗ്യാരണ്ടി. നമുക്ക് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുന്നതാണ്. എന്തായാലും ഭയങ്കര രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആണ് ജാസ്മിൻ ആ ഒരു കോള് വന്നതിന് ശേഷം.
എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പം നമ്മൾ ലൈവാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിലും ഒരുപാട് കട്ട് ഷോട്ട്സ് ആണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇവർ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ വിളിച്ചു, അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇപ്പം തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഓരോരുത്തരെ സ്വീകരിക്കുക, ഓരോരുത്തരും പിന്നെ ഹൗസിലേക്ക് വരുമ്പോൾ ഓരോരുത്തരെയും പിന്നെ ഒരു പ്രാവശ്യം ചെന്ന് സ്വീകരിക്കുന്ന ആളല്ല അടുത്ത പ്രാവശ്യം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ഷോട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നാര് പോകണം, ജാൻമണി പോകണം സ്വീകരിക്കാൻ, അടുത്ത ഇന്നാര് പോകൂ സ്വീകരിക്കാൻ, ഇതൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഇമോഷണലി കരഞ്ഞ് കാണിച്ചോളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സീൻസ് ഒന്നും വെളിയിൽ വരുന്നില്ല. അതിൻ്റെ ഒരു ഏക ഉദാഹരണമാണ് അന്ന് മറ്റേ നമ്മുടെ മഞ്ജു ഇല്ലേ, മഞ്ജു ഫുക്രു ഒക്കെ ഉള്ള അന്ന് ഇതേപോലെ ഒരു ഗെയിം നടക്കുമ്പോഴത്തേക്ക് ഫുക്രു തോളിലിരിക്കുന്ന അവിടെ വെച്ചിട്ട് ഒരു കട്ട് ഷോട്ട് വരുന്നുണ്ട്. അടുത്തത് വരുമ്പോഴത്തേക്ക് ടീഷർട്ടിൽ വ്യത്യാസം വന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഫേക്കാണ് ബിഗ് ബോസ് ഫേക്കാണെന്ന് അവിടെയാണ് തെളിഞ്ഞത്. അതുപോലെ പലരും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അന്ന് ഫുക്രുവിൻ്റെ പിന്നെ ഫോണിൽ എന്തോ പോസ്റ്റ് വന്നു, അന്നൊക്കെ ഒരു വിഷയം വന്ന് ഇവർ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഒക്കെ. ഇപ്പം തന്നെ ഭയങ്കര ഒരു ഫേക്ക് ഗെയിം ബിഗ് ബോസ് കാണിച്ച് പുറത്തുള്ള കാര്യം ബിഗ് ബോസ് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അത് ഭയങ്കര ഫേക്കായിപ്പോയി. അത് എല്ലാവർക്കും മനസ്സിലായതാണ്. പക്ഷേ അത് പറയുന്നത് എല്ലാവരും ന്യായീകരിക്കുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസിന് തന്നെ ജാസ്മിനെ തോപ്പിക്കണമെന്നുണ്ട്, അതിനു വേണ്ടിയാണ് പറഞ്ഞു കൊടുത്തത്. ഈ ഒരു കാര്യം കേട്ടതോടെ ജാസ്മിൻ കംപ്ലീറ്റ്ലി മെൻ്റലി ഡൗൺ ആയി. പിന്നെ എങ്ങനെങ്കിലും ജാസ്മിൻ അങ്ങ് ഔട്ടായി പുറത്ത് പോയാൽ മതി എന്നുള്ള സിറ്റുവേഷനിലേക്ക് ആയി. അതായത് ജാസ്മിൻ്റെ ഫോളോവേഴ്സൊക്കെ കുറഞ്ഞു തുടങ്ങി. 1000-10,000 ഒക്കെ കുറഞ്ഞാൽ പോലും അതൊരു കുറവ് തന്നെയാണല്ലോ. അപ്പം വീണ്ടും ഒരു ഇടിവുണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ഭയം ഉണ്ടാവുമല്ലോ. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇമേജ് മൊത്തം പോയി കിട്ടി, ബിഗ് ബോസിനുള്ളിൽ പോയി. അത് പലരുടെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ടാന്ന്, അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ടാന്ന്. ഇങ്ങനെ സിജോയെ ഉപദ്രവിച്ചതിന് ശേഷം റോക്കി ബായി കൺസ്ട്രക്ഷൻ റൂമിൽ പോയിട്ട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു, എൻ്റെ സ്വപ്നമായിരുന്നു ബിഗ് ബോസ് 6 വർഷം കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടാണ് ഇപ്പോഴൊന്ന് വരാൻ പറ്റിയത്. പക്ഷേ എൻ്റെ കൺട്രോള് പോയി, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞ് വിളിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു രക്ഷയില്ല. അതെല്ലാം പിന്നെ അദ്ദേഹം ഒരു ആൺ ഇത്രയൊക്കെ കരയുന്നത് നമ്മൾ സത്യം പറഞ്ഞ ജീവിതത്തിൽ കണ്ടില്ല. ആ രീതിയിൽ കരഞ്ഞു. ഭയങ്കര ജാടയും ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ ആൾ ഒരു നിസ്സാര കാര്യത്തിന് കരഞ്ഞ് മെഴുകി കളഞ്ഞു. പക്ഷെ ഫിസിക്കൽ അസാൾട്ട് ബിഗ് ബോസ് അംഗീകരിച്ച് കൊടുക്കാത്തത് കൊണ്ട് ഔട്ടാക്കി. എന്തായാലും ഞാൻ പറയുന്നത് മണ്ടൻ റോക്കി ഒരു ഇത്രയൊക്കെ കാണിക്കുന്നതിൽ ഒരു മണ്ടനാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഒരു നിമിഷം. എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഫെയിലായില്ലേ, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.